ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു വെറൈറ്റി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിച്ചാത്തി ചിക്കനാണ്. അപ്പോൾ ഈ അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 3 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് അളന്നിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാനിത് ഏകദേശം 3 കപ്പ് ഉണ്ടായിരിക്കും. അത് ഞാൻ ഒരു ബൗളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൈദയിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മൈദയുടെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓയിലാണ്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 3-4 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ളത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഓവറങ്ങ് ലൂസായിട്ട് നമ്മൾ കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഒരിച്ചിരി ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തെടുക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവനൊക്കെ കുഴക്കല്ലേ, അതുപോലെ കുഴച്ച് ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഒരുപാടങ്ങ് സോഫ്റ്റ് ആവുന്നും വേണ്ട കേട്ടോ. ഒരിച്ചിരി വെള്ളം കുറച്ചിട്ട് തന്നെ നമുക്കിത് അയച്ചെടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ആയി കഴിഞ്ഞാൽ മൈദ അങ്ങ് ലൂസായാൽ നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഓരോ ബോൾസും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഓരോ ബോൾസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നൊരു പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്കത് പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അങ്ങനെ പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും ആക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഇതൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ പീസസും നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. കേട്ടോ, ചിക്കൻ ഞാൻ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താണ് കേട്ടോ. കുക്ക് ചെയ്തിട്ടില്ല, കുക്ക് ചെയ്യാത്ത ചിക്കനാണ്. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ടിരിക്കുന്നതാണ്. കണ്ടോ? അപ്പോ ഈ പേസ്റ്റ് ആക്കിയ ചിക്കനിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോസ് ആണ്. ഞാനൊരു 2 ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ല ചെറുതായിട്ട് ഇത് ചോപ്പ് ചെയ്തെടുത്താണ്. നല്ല നൈസായിട്ട് വേണം നമ്മളിത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ഒനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് മുറിച്ചാണ് അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ക്രഷ്ഡ് ചില്ലിയാണ്. മുളക് നമ്മൾ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനപ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പരുവത്തിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. എല്ലായിടത്തും ആ ഉപ്പും ആ മുളകും എല്ലാം കറക്റ്റായിട്ട് എത്തുന്ന രീതിയിൽ നമ്മളിതങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരത്തി വെച്ചിരിക്കുന്നില്ലേ, നമ്മളെ ചപ്പാത്തി പോലെ നമ്മളിവിടെ പരത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിന് മീതെ നമ്മൾ ഇവിടെ കത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഒന്ന് പ്രസ് ചെയ്ത് പിച്ചാത്തിയുടെ ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. കണ്ടില്ലേ?
ഇനി നമ്മൾ ഇതിന്റെ മീതേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ടൊമാറ്റോസ് ഉണ്ടല്ലോ ചോപ്പ് ചെയ്ത് അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മുളകും ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, അതും പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്ത ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നുള്ളിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആവശ്യത്തിന് മുളകൊക്കെ ആഡ് ചെയ്താണ്. ഇനി നമ്മുടെ ചീസ് സ്ലൈസ് ആണ്. ഇത് നമുക്ക് കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ചീസ് സ്ലൈസ് എടുത്ത് ഇതിന്റെ മീതെ ഒന്ന് വെച്ചു കൊടുക്കണം. ഇത് ഇതിന്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി ഇതിന്റെ മീതെ നമുക്കൊന്ന് വെച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ആ ചപ്പാത്തി പോലത്തെ ഉണ്ടല്ലോ അതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഒന്ന് ചുറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണേ. നിങ്ങൾക്കിത് രണ്ടറ്റവും എന്തെങ്കിലും വെച്ച് ബൈൻഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിത് ബൈൻഡ് ചെയ്തും ബൈൻഡ് ചെയ്യാതെയും ചെയ്ത് നോക്കി കേട്ടോ. അപ്പോ ഞാനിത് ബൈൻഡ് ചെയ്യാതെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ ബൈൻഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്തായിരുന്നു. ഇതിന് മീതെ നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത ചില്ലിയും കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ പിച്ചാത്തി ചിക്കനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് ഉണ്ട്. അപ്പോ നമ്മളിവിടെ നല്ല തീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീതെ നല്ല ഇരുമ്പിന്റെ ഒരു പാളം തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അതിന്റെ മീതെ ഞാനൊരു തിരിക വെക്കുന്നുണ്ട്. തിരിക നിങ്ങൾക്ക് കണ്ടറിയായിരിക്കുമല്ലോ. ഇനി അതിന്റെ മീതെ ഞാനൊരു ദോശക്കല്ലാണ് വെച്ചെടുക്കുന്നത്. ഈ ഡയറക്റ്റ് നമുക്ക് ഈ ചൂടടിക്കണ്ട കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഇതിന്റെ മീതെ ആഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ പാളത്തിൽ അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളൊന്നും കുക്കായി കിട്ടുകയില്ല. അത് മാത്രമല്ല അതൊന്നും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് പുറമൊക്കെ. അപ്പോ ഇതിന്റെ മീതെ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ചൂട് അതിന് കിട്ടും. നമ്മള് നോർമലി കേക്കൊക്കെ ബേക്ക് ചെയ്യാന് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറക്റ്റ് ഒരു ചൂട് അതിന്റെ എല്ലാ സൈഡിലും കിട്ടും, കരിഞ്ഞൊന്നും പോയില്ല, ഉള്ളെല്ലാം കുക്കായി കിട്ടും. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. പിച്ചാത്തി ചിക്കൻ എല്ലാ സൈഡും ഒന്ന് വെന്ത് വന്ന് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നമ്മളിത് കുക്ക് ചെയ്യണം. എല്ലാ സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ ആ ഉള്ളിലിരിക്കുന്നതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ആ ചീസൊക്കെ കറക്റ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാല് നമുക്ക് പിച്ചാത്തി ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് പിച്ചാത്തി ഇതിൽ നിന്ന് മെല്ലെ അങ്ങ് റിമൂവ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് അങ്ങ് റിമൂവ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇനി നമ്മളിത് കഴിക്കാൻ പോകുന്നത് മുറിച്ചിട്ടാണ്. മുറിച്ചോ മുറിക്കാതെയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കഴിക്കാം കേട്ടോ. ഞാനും നിങ്ങളെ ഒന്നും മുറിച്ച് കാണിക്കാം. അപ്പോ നമ്മളിത് മുറിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ പിച്ചാത്തി ചിക്കൻ. ആ ചീസൊക്കെ കറക്റ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് ഇറങ്ങി ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കണം. ഡയറക്റ്റ് ആ കല്ലിൽ വെച്ച് ചുട്ടെടുക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് കുക്കായി കിട്ടില്ല. അപ്പോ നമ്മുടെ പിച്ചാത്തി ചിക്കൻ റെഡിയായി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ മറ്റൊരു അടിപൊളി വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.